കൂട്ടുകാരെ, ഒരു കഥ കേൾക്കാം. കഥയുടെ പേര് പാട്ടുപേക്ഷിച്ച പാവം മനുഷ്യൻ. ഒരു ചെരുപ്പ് കുത്തി ഒരു കുടിൽ കെട്ടി വഴിവക്കിൽ താമസിച്ചു വന്നു. അയാളുടെ കുടിലിനോട് തൊട്ട് ഒരു വലിയ മാളികയുണ്ട്. അതിലൊരു കോടീശ്വരനാണ് താമസം. ചെരുപ്പ് കുത്തി വഴിയരികിലിരുന്ന് വഴിപ്പോക്കരുടെ ചെരുപ്പുകൾ നന്നാക്കി കൊടുക്കും. അവരിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് സന്തോഷമായി ജീവിച്ചു വന്നു. ആ ചെരുപ്പ് കുത്തി എപ്പോഴും പാട്ടുപാടും. കോടീശ്വരൻ ചെരുപ്പ് കുത്തിയുടെ പാട്ട് കേട്ട് അത്ഭുതപ്പെട്ടു. തനിക്ക് ഇത്രയേറെ പണമുണ്ടായിട്ടും സന്തോഷിച്ച് പാട്ടുപാടാനോ സമാധാനമായി ഒന്നുറങ്ങാനോ കഴിയുന്നില്ല. തുച്ഛവരുമാനക്കാരനായ ചെരുപ്പ് കുത്തി പാട്ടുപാടി രസിക്കുന്നു. കോടീശ്വരനായ അസൂയ വളർന്നു. ചെരുപ്പ് കുത്തിയുടെ പാട്ട് നിർത്തിയേ അടങ്ങൂ അയാൾ തീരുമാനിച്ചു. ഒരു ദിവസം കോടീശ്വരൻ ചെരുപ്പ് കുത്തിയോട് ചോദിച്ചു, താങ്കൾക്ക് എന്ത് വരുമാനമുണ്ട്? കൂടിയാൽ 10 രൂപ കിട്ടും. ചെരുപ്പ് കുത്തി പറഞ്ഞു. 10 രൂപയോ? താങ്കളുടെ കാര്യം വലിയ കഷ്ടമാണല്ലോ. കോടീശ്വരൻ സഹതാപം പ്രകടിപ്പിച്ചു. എനിക്ക് കിട്ടുന്നത് കൊണ്ട് ഞാൻ സന്തോഷമായി ജീവിക്കുകയാണ്, ചെരുപ്പ് കുത്തി പറഞ്ഞു. ഇത് 1000 രൂപ. ഇതുകൊണ്ട് താങ്കൾ കുറച്ചുകൂടി ആനന്ദത്തോടെ ജീവിച്ചുകൊള്ളൂ. കോടീശ്വരൻ ഒരു പണസഞ്ചി അയാൾക്ക് നേരെ നീട്ടി. വളരെ നന്ദി. ഈ സംഖ്യ ഞാനെങ്ങനെ മടക്കിത്തരും? ചെരുപ്പ് കുത്തി സംശയം പ്രകടിപ്പിച്ചു. ഞാനൊരു കോടീശ്വരനാണ്, എനിക്കതിൻ്റെ ആവശ്യമില്ല. കോടീശ്വരൻ തൻ്റെ മാളികയിലേക്ക് കയറിപ്പോയി. ചെരുപ്പ് കുത്തി ആ നിമിഷം മുതൽ കിട്ടിയ പണത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നു. ഈ പണം എവിടെ സൂക്ഷിക്കും? കള്ളന്മാർ കൊണ്ടുപോയാലോ? പണം ആർക്കെങ്കിലും പലിശയ്ക്ക് കൊടുത്താൽ വരുമാനമാകുകയില്ലേ? വേണ്ട, പലിശ മോഹിച്ചിട്ട് പണം നഷ്ടപ്പെടുത്താൻ പറ്റില്ല. പലിശയ്ക്ക് പണം വാങ്ങിയവർ പണം തിരിച്ചു തന്നില്ലെങ്കിൽ താനെന്തു ചെയ്യും? ഇങ്ങനെ പലവിധ ചിന്തകളിൽ മുഴുകി അയാൾ പരവശനായി. അയാൾക്ക് ജോലി ചെയ്യാൻ പറ്റാതായി. എപ്പോഴും ആലോചന തന്നെ. അയാൾ പാട്ട് നിർത്തി. പണസംബന്ധമായ ചിന്തകൾ മനസ്സിനെ അലട്ടാൻ തുടങ്ങിയതോടെ അയാൾക്ക് സന്തോഷം നഷ്ടപ്പെട്ടു. പണം എങ്ങനെ ചിലവാക്കണമെന്നും എങ്ങനെ സൂക്ഷിക്കണമെന്നും ചിന്തിച്ച് അയാൾ അസ്വസ്ഥനായി. അങ്ങനെ അയാൾ വേവലാതിക്കാരനായി. ഉറക്കം നഷ്ടപ്പെട്ടു. ആ ചെരുപ്പ് കുത്തി പിന്നീടൊരിക്കലും പാട്ടുപാടിയില്ല. അയാൾ ആ ഗ്രാമത്തിലെ ഏറ്റവും ദുഃഖിതനായ മനുഷ്യനായി മാറിക്കഴിഞ്ഞിരുന്നു. ഈ കഥയിലെ ഗുണപാഠം: പണം ആവശ്യത്തിലധികമായാൽ അതുകൊണ്ട് ദുഃഖിക്കേണ്ടി വരും. കിട്ടുന്നതുകൊണ്ട് തൃപ്തിപ്പെടുന്നവനാണ് എല്ലാ കാലത്തും സന്തോഷവാൻ.